ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിൽ പലരുടെയും ആഗ്രഹമാണല്ലേ നല്ല ഇടതൂർന്ന് തിക്കായിട്ട് നല്ല നീളമുള്ള മുടി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളിന്ന് മുടിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് തരം ആൾക്കാരെയാണ് ഞാൻ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട്, അതായത് ഹെറിഡിറ്ററി ആയിട്ട് അവർക്ക് മുടിക്ക് നീളം കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് വേറെ ഡെഫിഷ്യൻസീസോ വേറെ ഡിസീസ് കണ്ടീഷനോ ഒന്നും കാണത്തില്ല. അവരുടെ മുടി നമുക്ക് കുറച്ചുകൂടെ നീളം കൂട്ടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനുള്ള വഴികളുണ്ട്. അതായത് ആയുർവേദ പ്രയോഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും നമുക്കതിന് കഴിയും. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ നല്ല തിക്കായിട്ടുള്ള നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി തൈറോയിഡിന്റെ ഭക്ഷണ രീതിയും തൈറോയിഡിൽ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടും ഓൾറെഡി 2 ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ലിങ്കായിട്ട് കൊടുത്തിരിക്കാം, അത് നിങ്ങൾ കാണുക. അപ്പോൾ തൈറോയിഡ് പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ പറയും, ഡോക്ടറെ എനിക്ക് തൈറോയിഡ് നോക്കിയപ്പോൾ T3 T4 TSH ഒക്കെ നോർമലാണ് ഡോക്ടറെ, എന്നിട്ടും എൻ്റെ മുടി കൊഴിയുന്നെന്ന് പറയുന്ന കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇത് മാത്രമല്ല നോക്കേണ്ടത്, തൈറോയിഡിന്റെ ആന്റിബോഡി മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതായത് ആന്റി TPO ടെസ്റ്റും ആന്റി TG ടെസ്റ്റും. അപ്പോൾ ഇതിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്താൽ തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ആയുർവേദ ട്രീറ്റ്മെന്റും എടുക്കാൻ നമുക്ക് അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇന്ന് കേരളത്തിലെ ഒരു 90% ആൾക്കാരിലും കാണുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി നമുക്ക് പാലിൽ നിന്നും മുട്ടയിൽ നിന്നും ചീസിൽ നിന്നും ഒക്കെ കുറച്ച് അളവ് കിട്ടും. നമുക്കറിയാം പ്രധാനമായിട്ട് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ നോക്കിയിട്ട് ആ ലെവലിനനുസരിച്ചാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് അതിനുള്ള സപ്ലിമെന്റ്സ് എഴുതി തരുന്നത്. അപ്പൊ ഡോക്ടറെ കണ്ട് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുത്താൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാം. ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് IgE റിലേറ്റഡ് ആയിട്ട്, അതായത് ചില ആൾക്കാരിൽ അലർജി ഉണ്ടാവും. അതായത് മൂക്കൊലിപ്പ്, തുമ്മൽ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പൊടിയോടുള്ള അലർജി, അങ്ങനെയുള്ള ആൾക്കാരുടെ IgE ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ അതിനോടനുബന്ധിച്ച് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചികിത്സയാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ആക്കിയാണ് ചെയ്യേണ്ടത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പുളിച്ചു തികട്ടൽ, അസിഡിറ്റി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മസ്റ്റായിട്ട് H. പൈലോറി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. അപ്പം നമുക്കറിയാം, ഒരു 25 കിലോ ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ 75 കിലോ ഉള്ള ഒരാൾ ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതിനൊക്കെയും പറയുമ്പോഴത്തേക്കും ഇതിനൊക്കെയും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് വേറെ ഉണ്ട്, വേറെ ഡിസീസ് കണ്ടീഷനിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കോമൺലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പൊ നമ്മൾ എപ്പോഴും ബോഡിയെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നുള്ളത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ഇലക്കറികളിൽ ധാരാളം ഉണ്ട്. ഇനിയിപ്പോ നോൺ വെജിൽ മട്ടൺ, ലിവറിലൊക്കെ നല്ലൊരു സോഴ്സ് ആണ്. ഇനിയിപ്പോ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വെജ് ഇലക്കറികൾ, അതുപോലെ തന്നെ മഷ്റൂം, ഉണക്കമുന്തിരി, ഡേറ്റ്സ്, പോമിഗ്രാനൈറ്റ്, അതായത് മാതളം നല്ലൊരു സോഴ്സ് ആണ്. HB പെട്ടെന്ന് കൂടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അയൺ ഡെഫിഷ്യൻസി നിങ്ങൾ കറക്റ്റ് ചെയ്യുക, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യം, ചിലതരം വൈറൽ ഇൻഫെക്ഷൻസ് വന്നതിന് ശേഷം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. അതായത് ഡെങ്കു പോലെയുള്ള ഇൻഫെക്ഷൻസ്, പനിയൊക്കെ വന്നതിന് ശേഷം മുടി കൊഴിച്ചിലുണ്ടാവും. അത് ചില ഡെഫിഷ്യൻസി കാരണമാകാം. അതായത് ചില മിനറൽസിന്റെ ഡെഫിഷ്യൻസി ആകാം, അതായത് സിങ്ക്, സെലിനി, അങ്ങനെയുള്ള മിനറൽ ഡെഫിഷ്യൻസി കൊണ്ടും ആവാം. അപ്പൊ അതൊക്കെയും കറക്റ്റ് ചെയ്യാനായിട്ട് അതിനുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആഹാര രീതിയിലും ഉണ്ടാവുന്ന മാറ്റം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ. അതായത്
ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയുന്ന അവസ്ഥ, അതും ഇതുപോലെയുള്ള ഡെഫിഷ്യൻസീസ് കാരണമാണ്. നമ്മൾ പറയാറുണ്ട് മസ്റ്റ് ആയിട്ടും കാൽഷ്യം സപ്ലിമെന്റ്സും അയൺ സപ്ലിമെന്റ്സും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എടുക്കാനായിട്ട് പറയും. പലരും ചിലരൊന്നും അത് എടുക്കാറ് തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മുടി ധാരാളമായിട്ട് കൊഴിയും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതി കൂടാതെ തന്നെ നമ്മൾ സപ്ലിമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തിരിക്കണമെന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ഡി, തൈറോയിഡ്, IG റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതുപോലെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, HB ലെവൽ നോർമൽ ആക്കി വെക്കുന്ന കാര്യം, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതുമൂലം ഉണ്ടാവുന്ന മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം ഇപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ചീസ്, പാല്, മുട്ട അങ്ങനെയുള്ള ഫുഡ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പക്ഷെ ഈ പാല് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ അത് എടുക്കണ്ട. ഓക്കെ, നമ്മുടെ മുടിയെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണ്. അതായത് കെരാറ്റിൻ, കൊളാജൻ പോലെയുള്ള പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മുടെ മുടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേന് ചിക്കൻ, മട്ടൺ, അതുപോലെ തന്നെ ഫിഷ് നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്, നമുക്ക് ഡെയിലി കഴിക്കാം. അപ്പോൾ ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ പനീറുണ്ട്, പനീർ നല്ലൊരു സോഴ്സ് ആണ്, മഷ്റൂം നല്ലൊരു സോഴ്സ് ആണ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ എല്ലാം തന്നെ നല്ല സോഴ്സ് ആണ്. ഇപ്പം നമുക്ക് മീറ്റ് ഐറ്റംസിൽ നിന്ന്, അതായത് ഫിഷ് ഐറ്റംസിൽ നിന്നൊക്കെ കുറച്ച് അളവ് കഴിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ധാരാളം പ്രോട്ടീൻ കിട്ടും. ഇപ്പം മുട്ടയിൽ തന്നെ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ഇപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള റെഫറൻസ് പ്രോട്ടീൻ തന്നെയാണ് നമ്മൾ എഗ്ഗിനെ പറയുന്നത്. അപ്പൊ ഇനി അതൊക്കെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പയറുവർഗ്ഗം കഴിക്കുവാണെങ്കിൽ അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും. ഇപ്പൊ ഒരു 1/2 കപ്പ് പയറ് പുഴുങ്ങിയത്, അല്ലെ 1/2 കപ്പ് പയറ് നമ്മൾ തോരൻ വെച്ച് തന്നെ കഴിച്ചാലും മതി. അല്ലെങ്കിൽ അത് ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ പയറ് മുളപ്പിച്ച് കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. അപ്പം പയറ്, കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ, ഇപ്പൊ ചോറ് കുറച്ചെടുത്തിട്ട് പയറ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കുക. അങ്ങനെ ഒരളവിൽ നമുക്ക് എടുക്കാം. ഇപ്പം 1 കിലോ ഉള്ള ഒരാൾക്ക് 0.8 to 0.9 ഗ്രാം പ്രോട്ടീൻ ഡെയിലി ഇൻടേക്ക്, ഡെയിലി റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഒരു 60 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 40 to 45 ഗ്രാംസോളം പ്രോട്ടീൻ ഡെയിലി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ നിലക്കടല, അതായത് നമ്മുടെ പീനട്ട് നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് പലതുണ്ട്. ഇപ്പൊ യൂറിക് ആസിഡ് പോലെയുള്ള കണ്ടീഷൻ, ലൈക്ക് റിയാറ്റിൻ പോലെ കൂടി നിൽക്കുന്ന കണ്ടീഷൻ, ഇതിലൊക്കെ പ്രോട്ടീൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ചോണം. പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇപ്പൊ ഞാൻ ഓൾറെഡി അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ പറ്റി പറഞ്ഞു. അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇലക്കറികൾ കൂടാതെ പോമിഗ്രാനറ്റ്, ഡേറ്റ്സ്, ഉണക്കമുന്തിരി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എള്ള്, കറുത്ത എള്ള് നല്ലൊരു സോഴ്സ് ആണ്. കറുത്ത എള്ള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു മുടി വളർത്താൻ വേണ്ടിയിട്ട് മുടിയുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സീഡ്സ് ആൻഡ് നട്ട്സ് ആണ്. അപ്പൊ നട്ട്സ് എന്ന് പറയുമ്പോഴത്തേന് വാൽനട്ട് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഉണ്ട്. ഇപ്പൊ സീഡ്സിനകത്താണെങ്കിൽ റോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഈ വാട്ടർമെലൺ സീഡ്, കുക്കുംബർ സീഡ്, പംകിൻ സീഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് നല്ലൊരു സോഴ്സ് ആണ്. അത് നിങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി 1 സ്പൂൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അതിനെപ്പറ്റി തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എഗ് യോക്ക് നല്ലൊരു സോഴ്സ് ആണ് ബയോട്ടിന്റെ. പിന്നെ അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, അതായത് ചെറിയ മത്സ്യങ്ങൾ, മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ധാരാളം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും കഴിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് ലിവർ ഓയിലിന്റെ സപ്ലിമെന്റ്, മീൻഗുളിക കിട്ടത്തില്ലേ, അത് ഡെയിലി ഒന്ന് കഴിക്കുന്നതും വളരെ നല്ലതാണ് മുടിയുടെ ആരോഗ്യം. പിന്നെ മോര്, യോഗർട്ട് ഒക്കെ വളരെ നല്ലതാണ്. ഗ്രീക്ക് യോഗർട്ട് ഒക്കെ നമുക്ക് കിട്ടും. ഫ്ലാക്സ് സീഡ്സ് omega-3 ഫാറ്റി ആസിഡ്സിന്റെ നല്ലൊരു സോഴ്സ് ആണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. പിന്നെ അയൺ, സെലീനിയം, സിങ്ക് ഇതിന്റെയൊക്കെ അഭാവം കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പം ഈ മിനറൽസ് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സപ്ലിമെന്റ്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഡോക്ടറെ കണ്ട് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദത്തിലുള്ള എണ്ണകളെ പറ്റിയും എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് കാച്ചി തന്ന എണ്ണയായിരുന്നു. അതായത് കരിഞ്ജീരകവും നമ്മുടെ കറ്റാർവാഴ, ചെറിയുള്ളി, പൂവാങ്കുരുന്നല്, മുക്കുറ്റി, ചെമ്പരത്തിയുടെ ഇല, കറിവേപ്പില, ഇതൊക്കെ നല്ല മുടി വളർത്താനായിട്ട് നല്ല ഹെർബ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൽക്കവാക്കിയിട്ട് അത് പിഴിഞ്ഞ് ജ്യൂസാക്കി അത് വെച്ചിട്ട് എണ്ണ കാച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കല്യാണത്തിന് മുൻപ് വരെ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ അതിനുശേഷം എണ്ണ കാച്ചാനുള്ള സൗകര്യങ്ങളോ ഒന്നും അത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടായി വന്നപ്പോഴത്തേക്കും ഞാൻ പല എണ്ണകൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ചെമ്പരത്തിയാതി ഉപയോഗിച്ചിട്ടുണ്ട്, നീലിഭൃംഗിയാതി ഉപയോഗിച്ചിട്ടുണ്ട്. പലർക്കും നീലിഭൃംഗിയാതിയൊക്കെ നല്ല റിസൾട്ട് തരുന്ന എണ്ണയാണ്. പക്ഷെ എണ്ണ മാത്രം തേച്ചാൽ പോരാ, ഞാൻ ഭക്ഷണ രീതിയെ പറ്റിയും പല കാര്യങ്ങളെ പറ്റിയും പറഞ്ഞിരുന്നു. അപ്പോ പക്ഷെ എനിക്ക് നീലിഭൃംഗിയാതി ഒന്നും അത്ര സൂട്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് പെട്ടെന്ന് ജലദോഷം വരുമായിരുന്നു. അപ്പം ഞാൻ രാസ്നാദിയൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നീട് ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രിച്ചപ്പിന്റെ ഹെയർ ഓയിൽ നല്ലതാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മാമയത്തിന്റെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്. അത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അത്യാവശ്യം നല്ല ഒരു എണ്ണയാണ്. പിന്നെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് സീക്രട്ട് ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണ്. നേരത്തെ ആമസോണിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ആമസോണിൽ അവൈലബിൾ അല്ല. അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സീക്രട്ട് ഹെയർ കെയർ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൽ നിങ്ങൾക്ക് സീക്രട്ട് ഹെയർ ഓയിലിന്റെ ബ്ലാക്ക് ചാം ഓയിൽ ഉണ്ട്. അത് മുടി കൊഴിച്ചിലിന് വേണ്ടിയൊക്കെ പറയുന്നതാണ്. അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രേ കെയർ ഹെയർ ഓയിൽ ഉണ്ട്, ബ്ലൂ ലില്ലി ഹെയർ ഓയിൽ ഉണ്ട്. ഈ 3 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 3 നല്ല റിസൾട്ടാണ്, നല്ലതാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യം. അതായത് എനിക്ക് ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മുടി ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോ മാർക്കറ്റിൽ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് പറയുന്നത് റോസ്മേരിയുടെ ഓയിൽ, റോസ്മേരി വാട്ടർ എന്നുള്ളത്. പക്ഷെ റോസ്മേരി വാട്ടർ ആയിട്ട് സ്പ്രേ ചെയ്തൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ മറ്റു പലരും ഉപയോഗിച്ചവർ പറഞ്ഞ ഒരു അതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് അത് അത്ര നല്ലതല്ല. അപ്പൊ നമ്മൾ എപ്പോഴും റോസ്മേരി ഓയിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അതിൽ 2-3 തുള്ളി റോസ്മേരി എണ്ണയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല. കാരണം ചിലർക്ക് അത് നല്ലപോലെ മുടി വളരുന്നെന്ന് പറയുന്നവരുണ്ട്. ചിലർക്ക് മുടി അത് ചെറുതായിട്ട് വന്നിട്ട് പിന്നെ അത് അതിന് വളർച്ച വരുന്നില്ല എന്നാണ് കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ പലരും കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് കാസ്റ്റർ ഓയിൽ തലയിൽ തേക്കുന്നതിനോട് തീരെ അഭിപ്രായമില്ല. കാസ്റ്റർ ഓയിലൊക്കെ നല്ല തിക്കായിട്ടുള്ള ഓയിലാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയുടെ കൂടെ 1 തുള്ളിയോ വല്ലതും മിക്സ് ചെയ്ത് തേക്കാം. അപ്പം അത് കാരണം എന്ന് പറഞ്ഞാൽ കാസ്റ്റർ ഓയിലൊക്കെ തിക്കായതുകൊണ്ട് നമ്മളത് തേച്ച് കഴിഞ്ഞാൽ തലയിൽ ഈ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ശരിയായിട്ട് അത് കഴുകി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തലയിൽ അതും പൊടി എല്ലാം കൂടി ഇരുന്നിട്ട് ക്ലോഗ് ആയിട്ട്, പോഴ്സ് ഒക്കെ ക്ലോഗ് ആയിട്ട് തലയെ കുരുക്കൾ വരാനും മുഖത്ത് തന്നെ മുഖക്കുരു വരാനും അതുപോലെ തന്നെ എന്താണ് പറയാ ഡാൻഡ്രഫ് കൂടാനും ഒക്കെ അതുകൊണ്ട് കാരണമാകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ മോൾ ഉപയോഗിക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ തന്നെ. ഞാൻ ഒരു സമയത്ത് അതായിരുന്നു കണ്ടത്. ഇപ്പോഴും ഞാൻ അതാണ് ഉപയോഗിക്കുന്ന ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് ഇപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണയിലൊക്കെ ലിനോളിക് ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് വളരെ നല്ലതാണ്. ഇപ്പൊ ഡാൻഡ്രഫ് പോലെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് സൂത്താക്കാനായിട്ട് വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് 2 തുള്ളി റോസ്മേരി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തലയിൽ നമ്മൾ എണ്ണ ഡെയിലി തേക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ആയുർവേദം അനുസരിച്ച് ഡെയിലി അഭ്യംഗമാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് പലപ്പോഴും ഡെയിലി എണ്ണ തേക്കാൻ പറ്റാതെ വരും. ഞാനിപ്പോൾ ആഴ്ചയിൽ 2 ദിവസം, ചില ആഴ്ചയിൽ 1 ദിവസമൊക്കെ എണ്ണ തേച്ച് കുളിക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസം വെറുതെ തല കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡെയിലി കുളിക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് പലരുടെയും അത് വേറൊരു വലിയൊരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും കുളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുളിക്കാതെ ഇരിക്കാൻ പറ്റാറില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ സ്കാൽപ്പിന്റെ ഹെൽത്തും പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് എണ്ണ തേച്ച് കുളിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് തലയിൽ നല്ലപോലെ മസാജ് കൊടുക്കുക. അപ്പൊ അങ്ങനെ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിനെ ഒന്ന് ത്വരിതപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നല്ലതാണ് മസാജ് കൊടുക്കുക എന്ന് പറയുന്നത്. ഹെയർ പാക്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ മാസത്തിൽ 1-2 തവണ ഹെന്ന ചെയ്യാറുണ്ട്. അതായത് ബെഞ്ചാറാസിന്റെ ഈ ഹെന്ന പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹിമാലയയുടെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ സൂട്ടായത് ബെഞ്ചാറാസിന്റെയാണ്. അപ്പൊ അത് അതിനകത്ത് മൈലാഞ്ചിപ്പൊടി മാത്രമാണ്. ഈ മൈലാഞ്ചിപ്പൊടിയുടെ കൂടെ തേയില വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ട്, അതായത് നമ്മുടെ ടീ ഡിക്കോക്ഷൻ കൂടെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി ഒരു ഇരുമ്പ് ചട്ടിക്കകത്ത് തലേദിവസം എടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് 12 hours കഴിഞ്ഞിട്ട് ഞാനത് ഉപയോഗിക്കും. പലരും ഇതിനകത്ത് നാരങ്ങാനീര് ചേർക്കുന്നവരുണ്ട്, തൈര് ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാറില്ല. തൈര് എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല, എല്ലാവരുടെയും സ്കാൽപ്പിന് സൂട്ട് ആവണമെന്നില്ല.
അതും വേറൊരു ടോപ്പിക്കാണ്. അത് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ അതായത് ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് വേണമെങ്കിൽ മുട്ട മിക്സ് ചെയ്യാം, മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് ചെയ്യാം. അത് സ്കാൽപ്പിലെ ഡാൻഡ്രഫ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് പോലെയാണ് മുട്ടയുടെ വെള്ള. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബനാന, നമ്മുടെ നേന്ത്രപ്പഴം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നതൊക്കെ വളരെ നല്ല പാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഹെന്ന ഞാൻ മാസത്തിൽ 1-2 ഇതുപോലെ ചെയ്യാറുണ്ട്. അത് 1 മണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. പക്ഷെ ഞാൻ വെക്കുമ്പോഴത്തേനും രാസ്നാദിപ്പൊടി തലയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് നീർവീഴ്ച ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാസ്നാദിപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഹെന്ന പാക്ക് ഇട്ട് 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഞാനത് കഴുകി കളയും. അപ്പൊ അത് എൻ്റെ മുടിയിൽ നരയുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതിന് കൊണ്ടിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷെ അത് ഹെയർ പാക്ക് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ചെമ്പരത്തിയുടെ, അതുപോലെ തന്നെ റോസ്മേരി, പിന്നെ ഉലുവ ഒക്കെ നല്ലതാണ്. ഇതൊക്കെയും ഇപ്പം നെല്ലിക്ക, കറ്റാർ വാഴ, പിന്നെ തുളസി, ചെമ്പരത്തി, ഉലുവ, ഇതൊക്കെ നമുക്ക് കുതിർത്ത് വെച്ചിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ആ വെള്ളം നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതൊരു 10-15 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം. പക്ഷെ എനിക്ക് സാധാരണ ഈ വെള്ളം ചേർത്ത സാധനങ്ങളെ സ്പ്രേ ചെയ്യുന്ന ഉടനെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. പക്ഷെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. എക്സ്റ്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ ഉള്ളത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അതും കുറച്ച് തണുപ്പാണ്, ജലദോഷം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ രാസ്നാദിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. കഞ്ഞിവെള്ളം ഇട്ട് തല കഴുകുന്നത് നല്ലൊരു ടോണറായിട്ട്, കഞ്ഞിവെള്ളം നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം നമ്മളൊന്ന് വറുത്തതിന് ശേഷം അത് നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം അത് അരിച്ച് ആ വെള്ളം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കരിഞ്ജീരകം നമ്മൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കാറുണ്ട്. കഴിഞ്ഞ് ഒരിക്കലും പെട്ടെന്ന് മുടി വലിച്ച് ചീകി അതുപോലെ തന്നെ കെട്ടിയൊന്നും വെക്കാൻ പാടില്ല. അതായത് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടി വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മുടിയിൽ ഇതുപോലെ വരുവാന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുടി ഡ്രൈ ആക്കി, അത് ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തോർത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുടിയിൽ അടിച്ചൊക്കെ തോർത്തുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു നല്ല ശീലമേ അല്ല, മുടി പൊട്ടിപ്പോകാനിടയാവും. സോഫ്റ്റ് ആയിട്ടുള്ള ടവല് കൊണ്ട് മാത്രമേ നമ്മൾ മുടി തോർത്താവൂ. പിന്നെ അതുപോലെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. മുടി ഡെയിലി ഹെയർ സ്റ്റൈൽ ചെയ്ത് ഹീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം മുടിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഹീറ്റ് കൊടുക്കുന്ന ഒട്ടും നല്ലതല്ല. മുടിയിലുള്ള കെരാറ്റിൻ ബോൺസിനൊക്കെ ബ്രേക്കേജ് വന്നിട്ട് മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്യുന്നത് നല്ലതല്ല. ഹീറ്റ്, അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊന്നും മുടിയുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. പിന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. സ്ട്രെസ് കാരണം മുടി നരയ്ക്കാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനും ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഹെൽത്തി മൈൻഡും ഉണ്ടാവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെപ്പോഴും എല്ലാവർക്കും സാധിക്കാന്നുള്ളത് പോസിബിൾ അല്ല എങ്കിലും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആവശ്യത്തിന് 8 hours എങ്കിലും ഉറങ്ങുക, നല്ലൊരു സ്ലീപ്പ് കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പല ആൾക്കാരും പറയാറുണ്ട് അവര് മുടിയുടെ നീളം കുറഞ്ഞുകൊണ്ട് മുടി വെട്ടാറേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു 3 മാസം കൂടുമ്പോൾ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടിയുടെ വളർച്ചയ്ക്ക് അത് നല്ലതാണ്. മുടി വളരുക മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചെടയൊക്കെ ഉണ്ടെങ്കിൽ മുടി ചീകുമ്പം ഈ പല്ലകലമുള്ള ചീപ്പ് വെച്ച് നമ്മൾ ചീകി മാത്രമേ അതിന്റെ ചെടയൊക്കെ കളയാവൂ. അത് വലിച്ച് കളയുന്ന ശീലം ഒട്ടും നല്ലതല്ല. പിന്നെ നമ്മൾ ഓയിൽ ആപ്ലിക്കേഷന് ശേഷം നല്ലൊരു ഷാമ്പു, അതായത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണർ യൂസ് ചെയ്ത് എണ്ണ കഴുകി കളയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിന്റെ ഒരു മോയ്സ്ചറൈസിങ് ഷാമ്പു ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ പേര് കൊടുത്തിരിക്കാം. അതിന്റെ കണ്ടീഷണർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഹെയർ സിറം ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹിമാലയയുടെ ഒരു പ്രോട്ടീൻ ക്രീം ഉണ്ട്, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതികളും ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. താങ്ക് യു.